A circular loop of radius 7 cm placed in uniform field point to Tesla. Uniform magnetic field point to Tesla. Directed perpendicular to plane of loop. അപ്പോൾ പ്ലെയിൻ ഓഫ് ലൂപ്പിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് വെക്ടറും ഏരിയ വെക്ടറും അല്ലെങ്കിൽ ഫീൽഡ് വെക്ടറും നോർമൽ വെക്ടറും എങ്ങനെയാണ്? പാരലലാണ്. അപ്പോൾ ഈ കേസിൽ തീറ്റ 0 ആണ്, ഫ്ലക്സ് മാക്സിമം എന്നർത്ഥം. ദി ലൂപ്പ് കൺവേർട്ടഡ് ഇൻ ടു സ്ക്വയർ ലൂപ്പ് ഇൻ 0.5 സെക്കൻഡ്. അപ്പോൾ സർക്കുലർ ലൂപ്പ് നമ്മൾ പെട്ടെന്ന് എന്താക്കി മാറ്റി? സ്ക്വയർ ലൂപ്പാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ചേഞ്ച് ഇൻ ഏരിയ. അപ്പോൾ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും, EMF ഇൻഡ്യൂസ് ചെയ്യും. ദാറ്റ് EMF ഈസ് ഇൻ മില്ലി വോൾട്ട്. അപ്പം നമ്മുടെ ഫ്ലക്സിന് നമുക്ക് ഇക്വേഷൻ അറിയാം. ടേൺസ് ഉണ്ടെങ്കിൽ നമ്മൾ N കൊടുത്തിട്ട് NAB cos തീറ്റ. ഓക്കെ. ഇൻഡ്യൂസ്ഡ് EMF പറയുമ്പോൾ നമുക്ക് ഡയറക്ഷണലി എടുക്കുകയാണെങ്കിൽ -d∅dt ആണല്ലോ. ഇവിടെ N cos തീറ്റ B ഇത്രയും കോൺസ്റ്റന്റ് ആണ്. ആരാണ് വേരിയബിള്? ഏരിയ. കാരണം സർക്കിൾ പെട്ടെന്ന് ആരായിട്ട് മാറിയതാ? സ്ക്വയർ ആയിട്ട് മാറി. ഓക്കെ. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ എന്ത് എഴുതാം? ഇൻഡ്യൂസ്ഡ് EMF ഇപ്പൊ മൈനസ് സൈൻ ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇവിടെ പരിഗണിച്ചുള്ളൂ. അതുകൊണ്ട് നമുക്ക് മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് ബോധം എഴുതാൻ വന്നത്. ഞാനിങ്ങനെ എഴുതുന്നു, EMF = മൈനസ് മാഗ്നറ്റിക് ഫീൽഡ് തീറ്റ 0 ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ ബൈ ടൈം. ഇനി ഏരിയ, നമുക്ക് ഏരിയയുടെ ചേഞ്ച് പറയാം. ഓക്കെ. ആദ്യം ആരായിരുന്നു? സർക്കുലർ ലൂപ്പിന് റേഡിയസ് 7 cm. അപ്പോൾ 2πr ലെങ്ത് ഉള്ള സർക്കിളിനെ സഡൻലി നമ്മൾ എന്താക്കി മാറ്റിയതാണ്? സ്ക്വയർ ആക്കി മാറ്റി. 4a സൈഡുള്ള സ്ക്വയർ ലൂപ്പാക്കി മാറ്റി. അപ്പോൾ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് a = എന്തെന്ന് വരും? πr/2 എന്ന് വരും. ശരിയല്ലേ? a = 2πr/4 മീൻസ് πr/2. അപ്പോൾ ചേഞ്ച് ഇൻ ഏരിയ, അപ്പോൾ നമുക്ക് സ്ക്വയറിന്റെ ഏരിയ = ആരാണ്? a² ആണ്. ദാറ്റ് ഈസ് = π² r²/4 ആണ്. സർക്കിളിന്റെ ഏരിയ നമുക്കറിയാം ആരാണ്? πr² ആണ്. അപ്പോൾ ഫൈനൽ ചേഞ്ച് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF = -b/t ഇൻറ്റു ആരാ? ഫൈനൽ സ്ക്വയർ ആയി മാറിയതാണ്. ഏരിയ ഓഫ് സ്ക്വയർ. ഇനീഷ്യൽ ആരായിരുന്നു? സർക്കിളാണ്. അപ്പോൾ ഏരിയ ഓഫ് ഇത് ഫീൽഡ് അല്ല, ഏരിയ ഓഫ് സ്ക്വയർ എന്നാണ്. ഏരിയ ഓഫ് സ്ക്വയർ, ഇത് ഏരിയ ഓഫ് സർക്കിൾ. അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ വാല്യൂ എല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനറലി ഇങ്ങനെ തന്നെ എഴുതിയേക്കാം. -b/t സ്ക്വയറിന് π² r²/4 മൈനസ് സർക്കിളിന് πr². വാല്യൂസ് എല്ലാം ഗിവൺ ആണ്. -b എന്ന് പറയുന്നത് 0.2 ടെസ്ലയാണ്. 2 × 0.2 0.5 0.2 ടൈം 0.5 ആണ്. π² തന്നെ, r² 7 cm ആണ്. അപ്പോൾ 7 × 10⁻²² /4 then π × 7 × 10⁻²². ഇത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 1.32 മില്ലി വോൾട്ട് ആണ്. 1.32 × 10⁻³ വോൾട്ട് അല്ലെങ്കിൽ 1.32 മില്ലി വോൾട്ട്. ഫോർത്ത് ഓപ്ഷൻ.